എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC റീവാലുവേഷൻ ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി അതായത് സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്കുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് മെയ് 9 മുതൽ മെയ് 15 വൈകിട്ട് 5 മണി വരെ നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് ഈ ഒരു അപേക്ഷയും അതുപോലെ തന്നെ അപേക്ഷാ ഫീസും നൽകാവുന്നതാണ്. ഈ ഒരു അപേക്ഷ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് sslcexam.kerala.gov.in, നിങ്ങൾ THSLC ആണെങ്കിൽ THSLC കേരള അതായത് THSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയുമാണ് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ റീവാലുവേഷൻ ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി, ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ഹിയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് കാണാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പ്ലീസ് റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ദ ബോട്ടം ഓഫ് ദിസ് പേജ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകുക, അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക, എന്നിട്ട് നിങ്ങൾ ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയിട്ടുള്ള അത് നിങ്ങളുടെ റിസൾട്ട് ഈ ഒരു പേജിന് താഴെയായിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ പേരും അതുപോലെ നിങ്ങൾ എക്സാം എഴുതിയ സെൻറ്ററിൻ്റെ പേര്, സെൻറ്ററിൻ്റെ നെയിം അതൊക്കെ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ മീഡിയം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. മീഡിയം സാധാരണഗതിയിൽ മലയാളവും ഇംഗ്ലീഷാണ് ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഭാഗം ഫില്ല് ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഭാഗം ഫില്ല് ചെയ്യപ്പെടും. അതിനുശേഷം ഇവിടെ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ റീവാലുവേഷൻ ഏതൊക്കെ വിഷയങ്ങളാണ് നൽകുന്നത് അതനുസരിച്ചാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഉള്ള ആ ഒരു കോളം റീവാലുവേഷൻ, രണ്ടാമത് ഫോട്ടോ കോപ്പിക്കും പിന്നീട് സ്ക്രൂട്ടിനിക്കുമാണ്. റീവാലുവേഷൻ 400 രൂപയും ഫോട്ടോ കോപ്പിക്ക് 200 രൂപയും സ്ക്രൂട്ടിനിക്ക് 50 രൂപയുമാണ് ഫീസ് വരിക. ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് അതുപോലെ ഫസ്റ്റ് ലാംഗ്വേജിൽ പേപ്പർ 1, അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 1 അതുപോലെ തന്നെ ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 2, അതുപോലെ ഇംഗ്ലീഷ് തേർഡ് ലാംഗ്വേജ്, അതുപോലെ സോഷ്യൽ സയൻസ്, അതുപോലെ ഫിസിക്സ്. ആ തേർഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ ജനറൽ നോളജ് എന്ന രീതിയിൽ ആ ഒരു 2 രീതിയിൽ സബ്ജക്റ്റ് ഉണ്ട്, അതാണ് തേർഡ് ലാംഗ്വേജ്. പിന്നീട് സോഷ്യൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ആദ്യത്തെ ആ ഒരു കോളം എന്ന് പറയുന്നത് റീവാലുവേഷനും പിന്നീട് രണ്ടാമത്തേത് ഫോട്ടോ കോപ്പി പിന്നീട് സ്ക്രൂട്ടിനിയാണ്. അപ്പോൾ ഇതെങ്ങനെ നൽകാം എന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആ ഒരു സബ്ജക്റ്റ് റീവാലുവേഷൻ നൽകുന്നതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ആദ്യത്തെ ആ ഒരു കോളമാണ് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ആദ്യത്തേതാണ് റീവാലുവേഷൻ, രണ്ടാമത്തെ കോളം ഫോട്ടോ കോപ്പി, പിന്നീടുള്ളത് സൂക്ഷ്മ പരിശോധന. നിങ്ങൾക്ക് ഏതൊക്കെയാണ് റീവാലുവേഷൻ കൊടുക്കേണ്ടത് അത് നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി വേണമെങ്കിൽ, എനിക്കിപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ ഫോട്ടോ കോപ്പി വേണമെന്ന് കരുതുന്നു, അങ്ങനെയെങ്കിൽ ഞാൻ ജസ്റ്റ് ആ രണ്ടാമത്തെ കളി കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു കെമിസ്ട്രിയുടെ എനിക്ക് ഫോട്ടോ കോപ്പിയും റീവാലുവേഷൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് വേണ്ടത് അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ കാണുന്ന ആദ്യത്തെ കോളം റീവാലുവേഷനും രണ്ടാമത്തേത് ഫോട്ടോ കോപ്പിക്കുമാണ്. അത് മുകളിലായിട്ട് കറക്റ്റായിട്ട് ഇവിടെ ആ ഒരു ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. ആദ്യത്തേത് റീവാലുവേഷൻ, പിന്നീട് ഫോട്ടോ കോപ്പി, പിന്നീട് സ്ക്രൂട്ടിനിയാണ്. റീവാലുവേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ സ്ക്രൂട്ടിനിക്ക് അപേക്ഷിക്കേണ്ടതില്ല. അതിനുശേഷം നിങ്ങൾക്ക് ടോട്ടലായിട്ട് എത്ര രൂപയാണ് ഫീസായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണോ എന്നുള്ള കാര്യം നിങ്ങളോട് ചോദിക്കും. അപ്പോൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു പേജിലേക്ക് വന്നിട്ട് നിങ്ങൾ വീണ്ടും ആ ഒരു ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഏതെങ്കിലും റീവാലുവേഷൻ വീണ്ടും ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിവാക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിൽ നിന്നും കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് മെയ് 15 വൈകിട്ട് 5 മണിക്കകം നൽകി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷൻ, സ്ക്രൂട്ടിനി എന്നിവയിൽ പങ്കെടുക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് 10% അതായത് ഗ്രേഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അത് ഇപ്പോൾ എ ഉണ്ടെങ്കിൽ അത് A+ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നൽകിയ പൈസ തിരികെ റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.